ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കച്ചവടം ഏതുമാകട്ടെ, സെലിബ്രേഷൻസ് ഏതുമാകട്ടെ, ലാഭം ഞമ്മക്ക് മാത്രമായിരിക്കണം. ഇതാണ് നമ്മുടെ കാക്കാമാരുടെ ഏക മുദ്രാവാക്യം. അതിനനുസരിച്ച് എന്താണ് അവരുടെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യേണ്ടത് അതും അവർക്കറിയാം. ഏത് സീസൺ വന്നാലും, ഓണമാകട്ടെ, ക്രിസ്തുമസ് ആകട്ടെ, വിഷു ആകട്ടെ, ദീപാവലി ആകട്ടെ, ഇനി അതല്ല ആറ്റുകാൽ പൊങ്കാല പോലെയുള്ള ഉത്സവങ്ങളോ പൊങ്കാലകളോ ആകട്ടെ, ഇതെല്ലാം മുസ്ലിങ്ങളായിരിക്കും കച്ചവടത്തിൽ കേമന്മാർ. ആറ്റുകാൽ എനിക്കറിയാം, എൻ്റെയും കൂടി സ്ഥലമാണ്. ആറ്റുകാലിൽ ഏറ്റവും കൂടുതൽ കച്ചവടം മുസ്ലിങ്ങൾക്കാണ്. ചട്ടിയും കലവും മുതൽ പൂജാസാധനങ്ങൾ അടക്കം കച്ചവടം ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്. ഇപ്പോൾ ദാ ക്രിസ്തുമസ് ആണ് വരുന്നത്. അതിന് കണ്ടില്ലേ, ബിസ്മിയുടെ ഗിഫ്റ്റ് മസ്. അതെ, ഏറ്റവും കൂടുതൽ ഗിഫ്റ്റ് കൊടുക്കുന്ന ഒരു മഹാമേള നടക്കുകയാണ്. അതിനകത്ത് ആരാ വരുന്നത്? ആ കച്ചവടത്തിന്റെ ലാഭം കൊയ്തുകൊണ്ട് പോകുന്നത് ആരാ? എല്ലാ ഇസ്ലാമിക സഹോദരന്മാരും ആ മുസ്ലിം വിരോധികളും കൃത്യമായും ചില കാര്യങ്ങൾ ഒന്ന് അറിയുന്നത് നല്ലതാണ്. ഒരു മതത്തെ സ്നേഹിച്ച് മറ്റൊരു മതത്തെ എങ്ങനെയാണ് ഒരാൾക്ക് വിമർശിക്കാൻ കഴിയുന്നത്? തൻ്റെ മതം പോലെ തന്നെ മറ്റുള്ളവർക്ക് അവരുടെ മതവും പ്രിയപ്പെട്ടതാണ് എന്നങ്ങ് വിചാരിച്ച തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. എൻ്റെ മതവിശ്വാസം എനിക്ക് പവിത്രമാണ്, അതുപോലെ തന്നെ പവിത്രമാണ് മറ്റുള്ളവർക്ക് അവരുടെ മതവിശ്വാസവും. നമുക്ക് എങ്ങനെയാണോ നമ്മുടെ ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും വിശ്വാസങ്ങളെയും പ്രതീക്ഷകളെയും ഒക്കെ കുറ്റം പറയുമ്പോൾ വേദനിക്കുന്നത്, പരിഹസിക്കുമ്പോൾ വേദനിക്കുന്നത്, വിമർശിക്കുമ്പോൾ വേദനിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇതര മതവിഭാഗങ്ങൾക്കും എന്ന് ചിന്തിക്കാനുള്ള ബുദ്ധിയില്ലാത്തത് കൊണ്ടല്ല. ഒരിക്കലും മറ്റൊരു മതത്തെ അവഹേളിക്കേണ്ട കാര്യമില്ല ഒരു മതവിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എല്ലാം മന്ത് തന്നെയാണ്. ഒരു കാലിലെ മന്ത് മറ്റേ കാലിൽ വരുന്നത് പോലെ തന്നെയുള്ളൂ ഇസ്ലാമിൽ നിന്നും മറ്റൊരു മതത്തിലേക്ക് പോകുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ക്രിസ്ത്യൻ മതവിശ്വാസികളുടെ കൂട്ടായ്മയാണ് കാസ, ക്രൈസ്തവ കൂട്ടായ്മ. അവർക്ക് അഭിമുഖീകരിക്കേണ്ടി വരുന്ന ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. അത് ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കുക, മാധ്യമ ശ്രദ്ധയിലേക്ക് ആ വിഷയം കൊണ്ടുവരിക, ഇതാണ് കൃത്യമായി കാസ ചൂണ്ടിക്കാണിക്കുന്നത്. എത്ര മനോഹരമായിട്ടാണെന്നറിയാമോ ഹലാൽ നമുക്ക് വേണ്ട എന്ന് പറയാൻ കാസയ്ക്ക് കഴിയുന്നത്? 2 ദിവസം കഴിഞ്ഞാൽ ക്രിസ്മസ് ആണ്. 2-3 ദിവസം, 25-ാം തീയതിയാണല്ലോ, ശരി, 2 ദിവസം. ഈ അവസരത്തിൽ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇടുകയാണ് കാസ. കേരളം ആ ഫേസ്ബുക്ക് പോസ്റ്റിന് സല്യൂട്ട് അടിക്കുകയാണ്. പോസ്റ്റിലൂടെ മുഴുവൻ ക്രിസ്ത്യാനികൾക്കും നല്ല രൂപത്തിൽ ഉപദേശം നൽകാനും കാസ മടിക്കുന്നില്ല. വിശുദ്ധമായ ക്രിസ്മസ് ദിനം, പവിത്രമായ ഇസ്ലാം മത വിശ്വാസികൾക്ക് ഹലാലായ മാംസവും ഹലാൽ കേക്കുകളും വേണ്ടെന്ന് വയ്ക്കാൻ സ്നേഹത്തോടുകൂടി ഉപദേശിക്കുകയാണ്. ഒപ്പം ചിന്തിക്കുകയും ചെയ്യുന്നു. ക്രിസ്മസിൽ നിന്ന് ഹലാൽ മാംസവും ഹലാൽ കേക്കുകളും പൂർണ്ണമായും ബഹിഷ്കരിക്കുക. വിശുദ്ധ ബൈബിൾ നമ്മളെ ഇപ്രകാരം പഠിപ്പിക്കുന്നു: അവിശ്വാസിയായ ഒരുവൻ നിന്നെ ഭക്ഷണത്തിന് ക്ഷണിക്കുകയും പോകാൻ നീ ആഗ്രഹിക്കുകയും ചെയ്താൽ വിളമ്പിത്തരുന്നതെന്തും മനഃചാഞ്ചല്യം കൂടാതെ ഭക്ഷിച്ചുകൊള്ളുക. എന്നാൽ ആരെങ്കിലും നിന്നോട് ഇത് ബലിയർപ്പിച്ച വസ്തുവാണ് എന്ന് പറയുന്നെങ്കിൽ ഈ വിവരം അറിയിച്ച ആളെ കരുതിയും മനസാക്ഷിയെ കരുതിയും നീ അത് ഭക്ഷിക്കരുത്. കൊരിന്തോസ് 1-ാം അധ്യായമായിരിക്കും 10-27 മുതൽ 28 വരെയുള്ള വാചകങ്ങളാണിത്. ക്രിസ്മസ് ദിനം വിശുദ്ധമായിട്ടാണ് നാം ആചരിക്കേണ്ടത് എന്നാണ് ആ പോസ്റ്റ് തുടങ്ങുന്നത് തന്നെ. അതിന്റെ പവിത്രതയെ കളങ്കം വരുത്തുന്ന ഒന്നും നമ്മുടെ വീടുകളിലേക്കോ നമ്മുടെ ശരീരങ്ങളിലേക്കോ പ്രവേശിപ്പിക്കുവാൻ പാടില്ല. ആയതുകൊണ്ട് തന്നെ മറ്റൊരു ദൈവത്തിന് അവരുടെ മന്ത്രങ്ങൾ ചൊല്ലി ബലിയർപ്പിക്കപ്പെട്ട മൃഗത്തിന്റെ ഹലാൽ മാംസമോ ഹലാൽ രീതിയിൽ നിർമ്മിക്കപ്പെട്ട നമ്മുടെ ക്രിസ്മസ് ആഘോഷത്തിന്റെ പ്രധാന ഇനമായ ക്രിസ്മസ് കേക്കുകളും ഒരു കാരണവശാലും ക്രിസ്മസ് നാളിൽ കഴിക്കരുത്. മറ്റൊരു ദൈവത്തിന് ബലിയർപ്പിക്കപ്പെട്ട മൃഗത്തിന്റെ മാംസം എന്നതിലുപരി ആ ബലിക്കായി മൃഗത്തെ കശാപ്പ് ചെയ്യുന്ന ആളുടെ വിശ്വാസവും നാം നോക്കേണ്ടതുണ്ട്. അവരുടെ വിശ്വാസപ്രകാരം കർത്താവായ യേശുക്രിസ്തു ദൈവമല്ല, വെറും ഒരു പ്രവാചകൻ മാത്രമാണ്. അത്തരത്തിൽ അവർ വിശ്വസിക്കുന്ന ദൈവത്തിന് ബലിയർപ്പിച്ചിട്ട്
മുറിക്കപ്പെട്ട മൃഗത്തിന്റെ മാംസവും ഹലാൽ നിയമപ്രകാരം ഉണ്ടാക്കപ്പെടുന്ന ക്രിസ്മസ് കേക്കുകളും നാം എന്തിന് വില കൊടുത്തു വാങ്ങി ക്രിസ്മസ് ദിനത്തിൽ കഴിച്ച് നമ്മുടെ ശരീരം മനസ്സും അശുദ്ധമാക്കണം? നമ്മുടെ രക്ഷകനും നാഥനുമായ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനനം ഓർമ്മപ്പെടുത്തുന്ന തിരുനാളായ ക്രിസ്മസ് ദിനത്തിലെ നിങ്ങളുടെ ഒരു തെറ്റായ പ്രവൃത്തിയിലൂടെ നഷ്ടപ്പെടാതിരിക്കട്ടെ. ഹലാൽ ഒഴിവാക്കുക, കാരണം അവ ക്രിസ്ത്യാനികൾക്ക് നിഷിദ്ധമാണ്, ക്രിസ്തുവിനെതിരാണ്, ഒന്നാം പ്രമാണത്തിന്റെ ലംഘനമാണ്. ഇങ്ങനെയാണ് അപ്പോസ്റ്റൽ. കാസ എന്താണോ ക്രിസ്ത്യൻ വിശ്വാസം അതിനനുസരിച്ച് ക്രിസ്ത്യാനികളെ ബോധവൽക്കരണം നടത്താൻ ശ്രമിക്കുകയാണ്. നമ്മൾ ബിസിനസ് ചെയ്യുന്നു, അവർ ബിസിനസ് ചെയ്യുന്നു, നമ്മൾ പോയി വാങ്ങുന്നു, അതിന്റെ ലാഭം കൊണ്ട് അവർ തന്നെ വളരുന്നു, പിന്നീട് അവർ നമുക്ക് എതിരായിട്ട് പ്രയോഗിക്കുന്നു, ഈ രാജ്യത്തിനെതിരെ തന്നെ അവരത് വിനിയോഗിക്കുന്നു. അതിൻ്റെ പോലും ഒരു ഭാഗവാക്കായി നമ്മൾ മാറരുത് എന്നുള്ള സതു ഉപദേശമാണ് കാസ മുന്നോട്ട് വയ്ക്കുന്നത്. ഉസ്താദുമാരുടെ തുപ്പലിലൂടെയാണ് കൂടുതൽ ഹലാലും ഹറാമും നമ്മൾ ചർച്ച ചെയ്യാൻ തുടങ്ങിയത്. ഒരു ഉസ്താദ് കൃത്യമായി തുപ്പലിനെ സംബന്ധിച്ച് പറഞ്ഞത് നമ്മൾ കേട്ടു. പല ഉസ്താദുമാരും അതിനെ സംബന്ധിച്ച് വീഡിയോകൾ ചെയ്യുന്നത് നമ്മൾ കണ്ടു. ഒരുപാട് ഉസ്താദുമാര് കുപ്പികളിൽ തുപ്പിക്കൊടുക്കുന്നതും ഒക്കെ നമ്മൾ കണ്ടതാണ്. പ്രവാചകന്റെ ജനനത്തോടനുബന്ധിച്ചിട്ട് മിലാദി ഷെരീഫിന്റെ വേളയിൽ നെയ്ച്ചോറിലും ബീഫിലും ഒക്കെ തുപ്പി, ഇതൊക്കെ നമ്മൾ കണ്ടവരാണ്. ഇതൊക്കെ തിന്നാനും ഇതിനൊക്കെ തിക്കിലും തിരക്കിലും പെട്ട് വാങ്ങിക്കൊണ്ടുപോയി വീട്ടുകാരെ തീറ്റിക്കാനും യാതൊരു മടിയുമില്ലാത്ത ഒരു വിഭാഗം ആളുകളാണ്. ഇപ്പോൾ എങ്ങനെ തുപ്പുന്നതാണ് ഹലാല് എന്നൊരു ഉസ്താദ് പഠിപ്പിക്കുവാണ്. നോക്കുക. അങ്ങനെ സാധാരണഗതിയിലുള്ള തുപ്പല് ഹറാമാണെന്ന്. ഇനി പറവറാ തുപ്പണം, മനസ്സിലായോ? അങ്ങനെ തുപ്പുന്നത് തെറ്റാണ്. ചുമ്മാ ഒരു തുപ്പ് തുപ്പിയാ പോരാ, അങ്ങനെ ഒരു തുപ്പ് തുപ്പുന്നത് തെറ്റ്. അങ്ങനല്ല തുപ്പേണ്ടത്, അത് തെറ്റ്. ഇനിയിപ്പോൾ നോക്കി എങ്ങനെ തുപ്പേണ്ടതെന്ന്. ഒരു 5-6 തുപ്പൽ ഒരുമിച്ച് തുപ്പണം. തുപ്പ നടക്കട്ടെ. 1 2 3. അതാണ് ശരിയെന്ന്. ഇവർക്ക് എങ്ങനെ ബോധം വയ്ക്കുമെന്നാണ്. വെറുതെ അങ്ങനെ ഒന്ന് ആംഗ്യം കാണിച്ച് ഊതിയാൽ പോരാ, ശരിക്കും തുപ്പണം. നമ്മുടെ സലൈവ ആ പാനീയത്തിനകത്ത് വീണാലേ അത് ഹലാലാകൂ. ആ ഹലാല് മാത്രമേ അള്ളാഹുവിൻ്റെ മുമ്പിൽ സ്വീകാര്യയോഗ്യമാകൂ. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ തീരുമാനിച്ചു, നിങ്ങൾ തുപ്പിയും തൂറിയും ഹലാലാക്കുന്നത് ഞങ്ങൾക്ക് വേണ്ട. നിങ്ങൾ യഥേഷ്ടം കഴിച്ചു, ഞങ്ങൾക്ക് കുഴപ്പമില്ല. പക്ഷേ ക്രിസ്ത്യാനികൾ അത് വാങ്ങി കഴിക്കരുത്, കുടിക്കരുത്. ആ രൂപത്തിൽ അവർക്ക് അച്ചായന്മാരുടെ ലാഭം വേണ്ട. അതുകൊണ്ട് ഹലാൽ കച്ചവടങ്ങളൊക്കെ ഏതാണ്ട് ആപ്പീസ് പൂട്ടുന്ന വിഷമത്തിലാണ്. സത്യം പറഞ്ഞ കാക്കമാര് ശരിക്കും പണി കിട്ടി. ഇത് പ്രതീക്ഷിച്ച് ഒരുപാട് പോത്തുകളെയും ആടുകളെയും കൊണ്ടുവന്ന് കെട്ടിയതാ. ചിക്കനും ശരിക്കും പണി കിട്ടി. അപ്പൊ പണി കൊടുക്കാൻ അച്ചായന്മാർക്ക് അറിയാമെന്ന് തെളിഞ്ഞു. നന്ദി.